ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക സഭ ജൂലൈ 19 വിശുദ്ധ യൂസ്തായുടെയും വിശുദ്ധ റൂഫിനായുടെയും തിരുനാൾ ആഘോഷിക്കുന്നു. മൺപാത്രങ്ങൾ നിർമ്മിച്ച് വിറ്റ് ഉപജീവനം നടത്തിയിരുന്ന രണ്ട് സ്പാനിഷ് ക്രിസ്തീയ വനിതകളാണ് വിശുദ്ധ യൂസ്തായും വിശുദ്ധ റൂഫിനായും. ദേവന്മാർക്ക് ബലി ചെയ്യാൻ ഗവർണർ ആവശ്യപ്പെട്ടെങ്കിലും അവരതിന് വഴങ്ങിയില്ല. തങ്ങളുടെ ഗുരു യേശു ക്രിസ്തുവാണെന്ന് ഏറ്റുപറയുകയും ചെയ്തു. രണ്ടുപേരും അങ്ങനെ രക്തസാക്ഷികളായി. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അല്പം ഭോഷത്വം സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് സഹിഷ്ണുത കാണിക്കുന്നുണ്ടല്ലോ. എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു. എന്തെന്നാൽ നിർമ്മലയായ വധുവിന് അവളുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക. ഈ അപ്പസ്തോല പ്രമാണികളെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് പ്രസംഗ ചാതുര്യം കുറവായിരിക്കാം, എങ്കിലും അറിവിൽ ഞാൻ പിന്നോക്കമല്ല. എല്ലാ കാര്യങ്ങളിലും എല്ലാവിധത്തിലും ഇത് ഞങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതിയും. ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി. ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ് യഹൂദർ വിസ്മയിച്ചു. യേശു പറഞ്ഞു, എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കും. സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. എന്നാൽ തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ്, അവനിൽ അനീതിയില്ല. മോശ നിങ്ങൾക്ക് നിയമം നൽകിയില്ലേ? എന്നിട്ടും നിങ്ങൾ ആരും നിയമം പാലിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നത്? ജനങ്ങൾ പറഞ്ഞു, നിനക്ക് പിശാചുണ്ട്. ആരാണ് നിന്നെ കൊല്ലാൻ ആലോചിക്കുന്നത്? യേശു പ്രതിവചിച്ചു, ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു, അതിൽ നിങ്ങളെല്ലാവരും ആശ്ചര്യപ്പെടുന്നു. മോശ നിങ്ങൾക്ക് പരിച്ഛേദന നിയമം നൽകിയിരിക്കുന്നു. വാസ്തവത്തിൽ അത് മോശയിൽ നിന്നല്ല, പിതാക്കന്മാരിൽ നിന്നാണ്. അതനുസരിച്ച് സാബത്തിൽ ഒരുവന് നിങ്ങൾ പരിച്ഛേദനം നടത്തുന്നു. മോശയുടെ നിയമം ലംഘിക്കാതിരിക്കുന്നതിന് ഒരുവൻ സാബത്ത് ദിവസം പരിച്ഛേദനം സ്വീകരിക്കുന്നുവെങ്കിൽ സാബത്ത് ദിവസം ഒരു മനുഷ്യനെ ഞാൻ പൂർണ്ണമായി സുഖമാക്കിയതിന് നിങ്ങൾ എന്നോട് കോപിക്കുന്നുവോ? പുറമേ കാണുന്നതിനനുസരിച്ച് വിധിക്കാതെ നീതിയായി വിധിക്കുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതിയും. വിചിന്തനം. പുറന്തോടുകളിൽ അഭിരമിക്കുക എന്നത് ആത്മീയതയുടെ നിരന്തരമായ ഒരു പരീക്ഷണമാണ്. അവിടുത്തെ അനുഷ്ഠാനം തെറിപ്പിക്കുന്നു. മനോഭാവങ്ങളെ നിയമങ്ങൾ കാറ്റിൽ പരത്തുന്നു. അധികാരവർഗത്തിൻ്റെ വിശുദ്ധ നിയമങ്ങളുടെ ചേതോവികാരം പലപ്പോഴും കാപട്യമാണ്. കാപട്യത്തെ അവൻ വല്ലാതെ വെറുത്തിരിക്കുന്നു. ബലഹീനരോട് അവന് കരുണയായിരിക്കുന്നു.
അവർ ചിറകു മുളയ്ക്കാതെ താഴെ വീണ പക്ഷിക്കുഞ്ഞുങ്ങളാണ്. എന്നാൽ കപട മനുഷ്യരെ അവൻ വെറുത്തു. കാരണം അവർ ഇര ചാകാൻ കാത്തിരിക്കുന്ന കഴുകന്മാരെ പോലെയാണ് എന്ന് ഖലീൽ ജിബ്രാൻ അവനെപ്പറ്റി പറയുന്നു. കപടത പുറത്തിറങ്ങേണ്ടത് ആവശ്യമില്ല. ഹൃദയ വിചാരത്തിൽ തന്നെ അവൻ പിടികൂടിയിരിക്കും. കാപട്യം ഇന്ന് സ്ഥാനവൽക്കരിക്കപ്പെട്ട തിന്മയാണ്. വ്യവസ്ഥിതിയുടെ കീഴ്വഴക്കുവാകുമ്പോളം അത് സർവ്വവ്യാപിയായിരിക്കുന്നു. സ്ഥാപനങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും നേതാക്കന്മാർക്കും വേണ്ടി വിൽപ്പനയ്ക്ക് വെച്ചതുപോലെ ആത്മാർത്ഥതയുടെ വിലപേശൽ നടക്കുന്നു. വിജയവും പ്രായോഗികതയും മാനദണ്ഡമാകുമ്പോൾ തത്വങ്ങളും ആദർശങ്ങളും ഏറ്റുവാങ്ങുവാൻ ക്രിസ്ത്യാനികളില്ലാതെ ബാക്കിയായ ചോദ്യം പോലെ മിച്ചമാകുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി.